പഠന പ്രവർത്തനാനി. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഗൃഹപരിസരം നിരീക്ഷ്യ പുഷ്പാനാം ജീവജാലാനാം ച നാമാനി വദതു. വീടിൻ്റെ ചുറ്റും നിരീക്ഷിച്ചിട്ട് പുഷ്പങ്ങളുടെയും ജീവജാലങ്ങളുടെയും പേരുകൾ പറയൂ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് പുഷ്പാനാം നാമാനി, പുഷ്പങ്ങളുടെ പേരുകൾ നോക്കാം. പാടലം റോസപ്പൂവ്, കമലം താമര, മല്ലിക മുല്ലപ്പൂവ്, ഏതകി കൈതപ്പൂവ്, കുമുദം ആമ്പൽപ്പൂവ്, ഗന്ധപുഷ്പം ജമന്തി, ചമ്പകഃ ചമ്പകം, ജപാപുഷ്പം ചെമ്പരത്തിപ്പൂവ്, കർണികാരം കണിക്കൊന്ന, മന്ദാരം മന്ദാരം, ഇന്ദീവരം നീലത്താമര, തുളസി തുളസി, പാരന്തി തെച്ചി, ദ്രോണാപുഷ്പം തുമ്പപ്പൂ, ഖഗാഹ പക്ഷികൾ. ഇനി കുറച്ച് പക്ഷികളുടെ പേരുകൾ നമുക്ക് നോക്കാം. കാകഹ കാക്ക, ഹംസഹ അരയന്നം, കീരഹ തത്ത, കബോധഹ പ്രാവ്, മയൂരഹ മയില്, ചാതകഹ വേഴാമ്പൽ, പികഹ കുയില്, ബഗഹ കൊക്ക്, ഉലൂകഹ മൂങ്ങ, ഗരുഡഹ പരുന്ത്, പശവഹ മൃഗങ്ങളുടെ പേരുകൾ നോക്കാം. ധേനുഹു പശു, അജഹ ആട്, അശ്വഹ കുതിര, മാർജാരഹ പൂച്ച, ഗജഹ ആന, സിംഹഃ സിംഹം, ഹരിണഃ മാൻ, ജംബൂകഃ കുറുക്കൻ, പ്രാണിനഃ പ്രാണികൾ. ഇനി കുറച്ച് പ്രാണികളുടെ പേരുകളും കൂടി നോക്കാം. ഭ്രമരഃ വണ്ട്, ഗൗളിഹി പല്ലി, കച്ഛപഃ ആമ, മക്ഷിക ഈച്ച, പിപീലിക ഉറുമ്പ്, ചിത്രശലഭഃ പൂമ്പാറ്റ, ബഗഃ തവള. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കവിതാം വ്യക്തിശഃ സംഘശഃ ച ആലപതു. കവിത ഒറ്റയ്ക്കും സംഘശഃ കൂട്ടമായും ആലപതു ആലപിക്കൂ. അപ്പം അതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ട്. അക്ഷരസ്ഫുടത, പദജ്ഞാനം, ആശയാവബോധം, ഉചിതഃ ഭാവഃ, ഉചിതഃ താളഃ. എന്തൊക്കെ വേണം? അക്ഷരസ്ഫുടത വേണം, പദജ്ഞാനം വേണം, ആശയാവബോധം വേണം, ഉചിതമായ ഭാവം വേണം, ഉചിതമായ താളം വേണം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഭാവാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു. ഭാവന അനുസരിച്ചിട്ട് ചിത്രത്തിന് കളറ് കൊടുക്കൂ എന്നാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. ചിത്രാണി നിരീക്ഷ്യ നാമാനി വദതു യോജയതു ച. ചിത്രങ്ങൾ കണ്ടിട്ട് അവയുടെ പേരുകൾ പറയൂ, അവ യോജിപ്പിക്കൂ എന്നാണ് പറയുന്നത്. ആദ്യം ഒരു വീടിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിനെ നമുക്ക് എന്തുമായി യോജിപ്പിക്കാം? നിലയമായിട്ട് യോജിപ്പിക്കാം. രണ്ടാമത് മാവും മാങ്ങയുടെയും പടം കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തായിട്ട് യോജിപ്പിക്കാം? ആമ്രഹ. മൂന്നാമത്തെ പടം നോക്കൂ. ചക്കയുടെ പടം കൊടുത്തിട്ടുണ്ട്. അതെന്തുമായി യോജിപ്പിക്കാം? പനസഹ. പിന്നെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്, അല്ല ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെന്ത് കൊടുക്കും? മാതാ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ചിത്രാണി നിരീക്ഷ്യ ആശയം വദതു. കേകി നൃത്യതി. കേകി നൃത്യതി എന്ന് പറഞ്ഞാൽ എന്താണ്? മയിലുകൾ നൃത്തം ചെയ്യുന്നു. പികഹ ഗായതി. കുയിലുകൾ പാട്ടുപാടുന്നു. ഗൃഹേ മാർജാരഃ നിവസതി. മാർജാരഃ പൂച്ച.
വീട്ടിൽ പൂച്ചകൾ വസിക്കുന്നു. കാകഹ നീടം രചയതി. കാക്കകൾ കൂട് ഉണ്ടാക്കുന്നു. സൂചനാനുസാരം ലിഖതു. സൂചന അനുസരിച്ച് എഴുതൂ. ഇപ്പോൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പികഹ. പികഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിൽ എന്നാണ് അർത്ഥം. പികഹ കുയിൽ. ഇപ്പോൾ ഒരു കുയിലിനെ നമ്മൾ എന്താ പറയുക? പികഹ. 2 കുയിലുകളാണെങ്കിലോ പികൗ. 2-ലധികം കുയിലുകൾ ഉണ്ടെങ്കിലോ പികഹ. കബോധഹ പ്രാവാണ്. അപ്പോൾ ഒരു പ്രാവാണെങ്കിൽ കബോധഹ. 2 പ്രാവുകളാണെങ്കിലോ കബോധൗ. 2-ലധികം പ്രാവുകളുണ്ടെങ്കിലോ കബോധാഹ. അടുത്ത പടം കൊടുത്തിരിക്കുന്നത് അരയന്നത്തിൻ്റെയാണ്. അരയന്നത്തിന് എന്താ പറയുക? ഹംസഹ. അപ്പോൾ ഒരു അരയന്നമാണെങ്കിൽ ഹംസഹ, 2 അരയന്നമാണെങ്കിൽ ഹംസൗ, 2-ലധികം ഉണ്ടെങ്കിൽ ഹംസഹ. അടുത്ത പടം നോക്കൂ. അജഹ. ഒരാടിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഒരാടാണെങ്കിൽ അജഹ, 2 ആടുകളാണെങ്കിൽ അജൗ, 2-ലധികം ആടുകളുണ്ടെങ്കിൽ അജാഹ. അടുത്ത പടം നോക്കൂ. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതല്ലേ ബഗഹ. തവള. ഒരു തവളയാണെങ്കിൽ ബഗഹ, 2 തവളകളാണെങ്കിൽ ബഗൗ, 2-ലധികം ഉണ്ടെങ്കിൽ ബഗാഹ. ഇനി ഏറ്റവും അവസാനത്തെ പഠന പ്രവർത്തനം നോക്കൂ. ബിന്ദൂൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരോതു. ബിന്ദുക്കളെ യോജിപ്പിച്ചിട്ട് ചിത്രത്തിന് കളർ കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ.